രാജ്യത്ത് ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡൽഹി ജന്തർ മന്ദിറിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മലങ്കര കത്തോലിക്ക അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ പ്രതിഷേധത്തിന്റെ ഇപ്പോൾ ഭാഗമായിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ സംഘടിതമായിട്ടുണ്ടാകുന്നുണ്ട്. അതിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. ഒരു നടപടികളും ഉണ്ടാകാതെ ഒരവസ്ഥയാണ് നിലവിൽ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ളത്. അതിനെതിരെ ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധവും കൂടിയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നിരവധി സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ക്രിസ്ത്യൻ സമൂഹം വിവിധ ഇടങ്ങളിൽ നടത്തുന്നുണ്ട്. ആ സ്ഥാപനങ്ങളെയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് അത് തകർക്കാനുള്ള ചില ശ്രമങ്ങൾ ചിലയിടങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പല ആളുകൾക്കെതിരെയും ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയും എല്ലാം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. തുടർച്ചയായിട്ടുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് തങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. അതല്ലെങ്കിൽ ഇത്തരമുള്ള ആക്രമണങ്ങൾ ഇനിയും വർദ്ധിച്ചു വരും. ഇപ്പോൾ തന്നെ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ തന്നെ 1000-ലധികം ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് ഇതിൻ്റെ സംഘാടകർ പറയുന്നത്. നേരത്തെ ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ സമാന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്നു. കന്യാസ്ത്രീകൾക്ക് ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ ആക്രമണത്തിന് ഇരയാകുന്നു. ട്രെയിനുകളിൽ അവർ ആക്രമണത്തിന് ഇരയാകുന്നു. അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങളുമായി വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം പോകുമ്പോൾ അവിടങ്ങളിലെല്ലാം അവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം അവർക്ക് നേരിടുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധവുമായി തങ്ങൾ രംഗത്തെത്തിയതെന്നാണ് ഈ ഇതിൻ്റെ സംഘാടകർ ഇപ്പോൾ പറയുന്നത്. ഒരു നാഷണൽ ക്രിസ്ത്യൻ കൺവെൻഷനാണ് ജന്തർ മന്ദിറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 50ഓളം ക്രിസ്ത്യൻ സംഘടനകൾ ഈ പ്രതിഷേധത്തിൻ്റെ ഇപ്പോൾ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു തുടർച്ചയാണ്, ഇതൊരു തുടക്കമാണ്. ഇനിയും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തങ്ങൾ സംഘടിപ്പിക്കും. കാരണം വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ വിവിധ ഇടങ്ങളിൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ഉണ്ടാകുന്നുണ്ട്. പല ആക്രമണങ്ങളും ഉണ്ടാകുമ്പോൾ സർക്കാർ മനഃപൂർവ്വം കണ്ണടക്കുകയാണ്. 1-2 കേസുകൾ എടുത്ത് അതിലൊരു നടപടിയോ ഒന്നും ഉണ്ടാകുന്നില്ല. പേരിന് മാത്രം കേസുകൾ എടുക്കുകയാണ്. ഈ ആക്രമണത്തിന് ഇരയാകുന്നവരെ സംരക്ഷിക്കാനുള്ള നടപടിയില്ല. പകരം കുറ്റവാളികളെ പിടികൂടാനുള്ളൊരു നടപടി പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നാണ് ഇതിൻ്റെ സംഘാടകർ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധവുമായിട്ട് ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് തന്നെ ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് ഇവർ തീരുമാനിച്ചത്. വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകും. രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്താനായിട്ടാണ് സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നത്.